വ്യക്തികളാലോ സന്ദർഭങ്ങളാലോ ഒരിക്കലും അസ്വസ്ഥരാകരുത്. കാരണം നിങ്ങൾ അവയോട് പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കാൻ അവയ്ക്ക് ശക്തിയുണ്ടാവില്ല. ആരുമായും സ്വയം താരതമ്യം ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വയം അപമാനിക്കുകയാണ്. തെറ്റായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകുമ്പോൾ ശരിയായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സന്തോഷമായി ഇരിക്കാനുള്ള മാർഗം എന്നത് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണ്. ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരോട് ആ നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക. മറ്റുള്ളവരോട് തോന്നുന്ന പ്രതികാരം അത് മറക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് അയാളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം. വ്യക്തമായ കാരണം ഒന്നും ഇല്ലാതെ അർദ്ധരാത്രിയിൽ നിങ്ങൾ ഉണരുമ്പോൾ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നു എന്ന് സൂചിപ്പിക്കാം. തനിച്ചാകും എന്ന ഭയത്താൽ സ്നേഹത്തെ യാചിച്ചു വാങ്ങരുത്. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോന്നൊരു കൂട്ട് അസാധ്യമാണ്. സമാധാനം കടന്നു വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുമാണ്. അതിനെ നമ്മൾ പുറത്തുപോയി അന്വേഷിച്ചാൽ ഒന്നും ലഭിക്കത്തില്ല. ചിന്തകളാണ് വാക്കുകളെ സൃഷ്ടിക്കുന്നത്. വാക്കുകളാണ് പ്രവൃത്തികളെ സൃഷ്ടിക്കുന്നത്. പ്രവൃത്തികളാണ് ശീലങ്ങളെ സൃഷ്ടിക്കുന്നത്. ശീലങ്ങൾ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു. നമ്മുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വവും നല്ലതായിരിക്കും. ഒരു കാര്യത്തിലും വിശ്വസിക്കരുത്. അത് ആര് പറഞ്ഞതായാലും ശരി. നിങ്ങളുടെ ബുദ്ധിക്ക് യോഗ്യമായി തോന്നുന്നു അതിനെ മാത്രം വിശ്വസിക്കുക. ഒരു മനുഷ്യൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും നല്ല വിശുദ്ധമായ ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അവനെ പിന്തുടരുന്നത് സന്തോഷമായിരിക്കും. എന്നാൽ മറ്റൊരു മനുഷ്യൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചീത്ത ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അവനെ പിന്തുടരുന്നത് വേദനയായിരിക്കും.